ഹായ് സ്റ്റുഡൻസ്, ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ 10 റൂൾ ഓഫ് എനർജി ആയിരുന്നു ലാസ്റ്റ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമുക്ക് അതിൻ്റെ കണ്ടിന്യൂഷൻ വോയിസ് അയക്കാനുണ്ടായിരുന്നു. നോട്ട്സ് നിങ്ങൾ എഴുതിയതാണ്, അപ്പോൾ നോട്ട്സ് വെച്ചിട്ട് വീഡിയോ ഞാൻ പറയുന്നതൊക്കെ കേൾക്കുക. ഓക്കെ, സോ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ എനർജി ഫ്ലോ ഇൻ എക്കോസിസ്റ്റംസ് ആൻഡ് 10% റൂൾ. 10% റൂൾ എന്തായിരുന്നു? നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൻ്റെ അല്ലെങ്കിൽ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഭക്ഷണത്തിൻ്റെ 10% മാത്രമേ അത് ഭക്ഷിക്കുന്ന ആളുകളിൽ എത്തിക്കുന്നുള്ളൂ അല്ലേ? പിന്നെ അതിനുശേഷം അവയെ ഭക്ഷിക്കുന്നവർക്ക് അതിൻ്റെയും 10% എത്തുന്നുള്ളൂ. അപ്പോൾ അതാണ് ഇവിടെ അതിൻ്റെ ഫ്ലോയാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ 10 lakh ഓഫ് സൺലൈറ്റിൽ നിന്ന് എനർജി പ്രൊഡ്യൂസേഴ്സിന് കിട്ടുന്നുണ്ട്. ഓക്കെ, 10% കിട്ടുന്നുണ്ട്. സോ അതിൻ്റെ അതായത് 10,000 ജൂളാണ്. ദെൻ അതിൻ്റെ 10% 1,000, ദെൻ 100, ദെൻ 10. അപ്പോൾ ഈ ഒരു രീതിയിലാണ് എന്ത് പോകുന്നത്? 10% റൂൾ എനർജിയുടെ ഫ്ലോ പോകുന്നത് ഫ്രം പ്രൈമറി പ്രൊഡ്യൂസേഴ്സ് ടു ടേർഷറി കൺസ്യൂമേഴ്സ്. ഓക്കെ, ദെൻ എക്കോളജിക്കൽ പിരമിഡ്. പിരമിഡ് നിങ്ങൾ കേട്ടിട്ടില്ലേ? പിരമിഡിൻ്റെ ഒരു ഷേപ്പും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം. സോ അതുപോലെ തന്നെ നമ്മുടെ എക്കോസിസ്റ്റത്തിനും ഒരു പിരമിഡ് ഉണ്ട്. അതെന്താണ്? ദ എക്കോളജിക്കൽ പിരമിഡ് എന്ന് പറയുന്നത് ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണ് ഓഫ് ഡിഫറെൻറ്റ് ട്രോഫിക് ലെവൽസ് ഇൻ ആൻ എക്കോസിസ്റ്റം. നമുക്കറിയാം ഓരോ ലെവൽസ് ആയിട്ടാണ് നമ്മുടെ എക്കോസിസ്റ്റത്തെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിനെ ട്രോഫിക് ലെവൽസ് എന്ന് പറയും. സോ ഈ ഒരു ട്രോഫിക് ലെവൽസിൻ്റെ ഒരു ഗ്രാമാറ്റിക്കൽ റെപ്രസെൻറ്റേഷൻ അല്ലെങ്കിൽ ഒരു വിഷ്വൽ റെപ്രസെൻറ്റേഷനാണ് എന്ത്? എക്കോളജിക്കൽ പിരമിഡ്. ഓക്കെ, അതിൽ പ്രൊഡ്യൂസേഴ്സ് എന്താണ്? അതിൻ്റെ ബോട്ടം അല്ലെങ്കിൽ ബേസ് ലെവലിലും അതുപോലെ തന്നെ കൺസ്യൂമേഴ്സ് എന്ത് ചെയ്യുന്നു? അതിൻ്റെ ഹയർ ലെവൽ അപ്പെക്സ് ഓഫ് ദ പിരമിഡുമാണ് എക്കോളജിക്കൽ പിരമിഡിൽ അതായത് ഒക്കുപ്പൈ ചെയ്യുന്നത്. സോ നെക്സ്റ്റ് പറയുന്നത് ദർ ആർ യൂസ്ഡ് ടു ഇല്ലുസ്ട്രേറ്റ് ദ ഫീഡിങ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഓർഗാനിസംസ്. അതായത് ഇത് നമ്മൾ എന്തിനു യൂസ് ചെയ്യുന്നുണ്ട്? ടു ഇല്ലുസ്ട്രേറ്റ് ദ ഫീഡിങ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഓർഗാനിസം തമ്മിലുള്ള റിലേഷൻഷിപ്സ് ഒക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് എക്കോളജിക്കൽ പിരമിഡ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് പറയുന്നത് ടൈപ്സ് ഓഫ് എക്കോളജിക്കൽ പിരമിഡ്സ്. 3 ടൈപ്സ് ആണ്: പിരമിഡ് നമ്പർ, പിരമിഡ് ബയോമാസ്, പിരമിഡ് ഓഫ് എനർജി. സോ ഓരോന്ന് എന്താ നോക്കാം. എക്കോളജിക്കൽ പിരമിഡ് നേരത്തെ പറഞ്ഞു എന്താണ്? നമ്മുടെ ഒരു ഗ്രാമാറ്റിക്കൽ റെപ്രസെൻറ്റേഷനാണ് ഓരോ ട്രോഫിക് ലെവൽസിൻ്റെ എന്ന് പറഞ്ഞു. ജസ്റ്റ് അതിന് കുറച്ചുകൂടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നതാണ് ഇവിടെ. ഫുഡ് ചെയിൻസ് ആൻഡ് ഫുഡ് വെബ്സ് ഡു നോട്ട് ഗിവ് എനി ഇൻഫോർമേഷൻ അബൌട്ട് ദ നമ്പർ ഓഫ് ഓർഗാനിസംസ് ഇൻവോൾവ്ഡ്. ദിസ് ഇൻഫോർമേഷൻ ക്യാൻ ബി ഷോൺ ത്രൂ എക്കോളജിക്കൽ പിരമിഡ്. അതായത് നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട് ഫുഡ് ചെയിനും ഫുഡ് വെബും ഒക്കെ. അപ്പോൾ അതിൽ എത്ര ഓർഗാനിസംസ് ഉണ്ട്, അപ്പോൾ അതിൻ്റെ എത്രത്തോളം നമ്പേഴ്സ് അല്ലെങ്കിൽ എത്ര ഓർഗാനിസംസ് അതിൽ ഇൻവോൾവ്ഡ് ആണെന്നുള്ള എണ്ണമൊന്നും നമുക്ക് കിട്ടുന്നില്ല. സോ പക്ഷേ ഇതിലെന്താണ്? എക്കോളജിക്കൽ പിരമിഡിൽ അവരുടെ എല്ലാ ഇൻഫോർമേഷൻസും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫൈൻഡ് ചെയ്യാൻ പറ്റും. ദെൻ പിരമിഡ് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു ഷോ ദ നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് ഇൻ ദ ഈച്ച് ട്രോഫിക് ലെവൽസ്. ഓരോ ട്രോഫിക് ലെവൽസിലും എത്ര നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ്, എത്ര എണ്ണം ഉണ്ട് എന്നുള്ള ആ ഒരു ക്വാണ്ടിറ്റിയാണ് എന്ത്? പിരമിഡ് നമ്പർ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് അപ്രൈറ്റ് ഇൻ കേസ് ഓഫ് ഗ്രാസ് ലാൻഡ് ആൻഡ് പോണ്ട് സിസ്റ്റംസ്. അത് എന്താണ്? അക്വാട്ടിക് അല്ലെങ്കിൽ പോണ്ട് സിസ്റ്റത്തിലൊക്കെ മുകളിലേക്ക് വരുന്തോറും എന്ത് ചെയ്യുന്നു? കൂടുകയാണ് ചെയ്യുന്നത്. ദെൻ ഇവിടെ നോക്കൂ, പ്രൈമറി പ്രൊഡ്യൂസേഴ്സ് ആയിട്ടുള്ള ട്രീ. ഇതൊരു എക്കോളജിക്കൽ പിരമിഡാണ് കാണിച്ചിട്ടുള്ളത്. ട്രീസ്, ഷ്രബ്സ്, ഫേൺസ്, ഗ്രാസസ്, ഫ്ലവേഴ്സ് ഒക്കെയാണ് എന്തിലുള്ളത്? പ്രൈമറി പ്രൊഡ്യൂസേഴ്സിൽ. ഓക്കെ, അത് 9,000 കിലോ കലോറീസ് ആണ് ഇവരെന്ത് ചെയ്യുന്നത്? പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ദെൻ അതിൽ നിന്ന് 900 കിലോ കലോറീസ് ആണ് ആർക്ക് കിട്ടുന്നത്? ഈ പ്രൈമറി കൺസ്യൂമേഴ്സിന് കിട്ടുന്നത്. പ്രൈമറി കൺസ്യൂമേഴ്സ് പറയുമ്പോൾ ഹെർബിവോഴ്സ്, അതായത് സസ്യങ്ങളെ ആഹാരമാക്കുന്ന ജീവികൾ. ദെൻ 90 കിലോ കലോറീസ് ആണ് ആർക്ക് കിട്ടുന്നത്? ഈ സെക്കൻഡറി കൺസ്യൂമേഴ്സിന് കിട്ടുന്നത്. ദെൻ ടേർഷറി കൺസ്യൂമേഴ്സിന് അതിൻ്റെ 9 കിലോ കലോറീസ് ആണ് ടേർഷറി കൺസ്യൂമേഴ്സിന് കിട്ടുന്നത്. ഓക്കെ,
ദെൻ പിരമിഡ് ബയോമാസ്. പിരമിഡ് ബയോമാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് റെക്കോർഡ്സ് ദ ടോട്ടൽ ഡ്രൈ ഓർഗാനിക് മാറ്റർ ഓഫ് ഓർഗാനിസംസ് അറ്റ് ഈച്ച് ട്രോഫിക് ലെവൽസ് ഇൻ ഗിവൺ ഏരിയ ഓഫ് ആൻ എക്കോസിസ്റ്റം. അതായത് ഏതെങ്കിലും ഒരു എക്കോസിസ്റ്റം, നമുക്ക് തന്നിട്ടുള്ള ഒരു എക്കോസിസ്റ്റം ഏരിയയിലുള്ള ഡ്രൈ ഓർഗാനിക് മാറ്റർ ഓഫ് ഓർഗാനിസംസിൻ്റെ ഒരു നമ്പറാണ്, അല്ലെങ്കിൽ ഒരു ടോട്ടൽ എത്ര ഉണ്ട് എന്നുള്ളതാണ് ഈ ബയോമാസ് കൊണ്ട് മീൻ ചെയ്യുന്നത്. ഓക്കെ, the pyramid of biomass is used to show the total biomass of individuals at each trophic levels. അതായത് ബയോമാസ് എന്താ, ഓരോ പിരമിഡ് ബയോമാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ട്രോഫിക് ലെവൽസിലുള്ള ബയോമാസ് എത്ര ടോട്ടൽ ഉണ്ട് എന്നുള്ളതാണ് ഈ ഒരു ബയോമാസിലൂടെ കാണിക്കുന്നത്. ഇറ്റ്സ് ബെറ്റർ ദാൻ പിരമിഡ് ഓഫ് നമ്പർ ഷോയിങ് ദ റിലേഷൻഷിപ്സ് ബിറ്റ്വീൻ ഓർഗാനിസംസ്. അതായത് മറ്റുള്ളതിനെ, അതായത് പിരമിഡ് നമ്പറിനെ അപേക്ഷിച്ച് എന്താണ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഓർഗാനിസംസ് ഇതിലെന്താണ് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. ദെൻ എക്കോളജിക്കൽ പിരമിഡ്സ് നേരത്തെ പറഞ്ഞു, അതായത് എന്തിനാണ് യൂസ് ചെയ്യുന്നത്, അപ്പോൾ അതിൻ്റെ ജസ്റ്റ് ഒരു ഡയഗ്രമാറ്റിക്കൽ റെപ്രസെൻറ്റേഷൻ കാണിച്ചു എന്നേ ഉള്ളൂ, നിങ്ങൾക്കറിയാം. ദെൻ പിരമിഡ് ഓഫ് എനർജി. പിരമിഡ് ഓഫ് എനർജി എന്താ, pyramid of energy is used to show the amount of energy transferred from between trophic levels. അതായത് ഒരു ട്രോഫിക് ലെവലിൽ നിന്ന് മറ്റൊരു ട്രോഫിക് ലെവലിലേക്ക് എത്ര എമൗണ്ട് ഓഫ് എനർജി പാസ് ചെയ്തു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് പിരമിഡ് ഓഫ് എനർജി നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇറ്റ് പ്രൊവൈഡ്സ് ദ ബെസ്റ്റ് റെപ്രസെൻറ്റേഷൻ ഓഫ് ഓവറോൾ നേച്ചർ ഓഫ് ആൻ എക്കോസിസ്റ്റം. അതെന്ന് പറയുന്നത് ഒരു ബെസ്റ്റ് റെപ്രസെൻറ്റേഷനാണ്. ദ പിരമിഡ് ഓഫ് എനർജി ഫ്ലോസ് ആൾവേസ് അപ്രൈറ്റ് ബിക്കോസ് ദർ ഈസ് ഓൾവേസ് ലോസ് ഓഫ് എനർജി വൈൽ മൂവിങ് ഫ്രം ലോവർ ട്രോഫിക് ലെവൽ ടു ഹയർ ട്രോഫിക് ലെവൽ. അതായത് നമ്മുടെ പിരമിഡ് ഓഫ് എനർജി എന്ന് പറയുന്നത് എന്താ, താഴേന്ന് മുകളിലേക്കാണ് പോകുന്നത്, ലോവർ ട്രോഫിക് ലെവൽ ടു ഹയർ ട്രോഫിക് ലെവൽ. നമ്മൾ എനർജി ഫ്ലോ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, കുറവ് അടിയിലായിരിക്കും, കൂടുതൽ അടിയിലായിരിക്കും, അതായത് ബേസ് ലെവലിലായിരിക്കും, കുറവ് ടോപ്പ് ലെവൽസിലായിരിക്കും. Then the energy reaching the next trophic level is always less compared to the previous trophic level. മുന്നത്തെ അപേക്ഷിച്ച് മുകളിലേക്ക് വരുംതോറും അവയുടെ എന്താണ് എനർജി ലെവൽ എന്ന് പറയുന്നത് കുറവായിരിക്കും. ഇവിടെ എനർജി പിരമിഡാണ് കാണിച്ചിട്ടുള്ളത്. അവരുടെ എനർജി എത്രത്തോളം മുകളിലേക്ക് വരുമ്പോൾ കിട്ടുന്നുണ്ട്. 10,000 ഉള്ളത് 1000 ആയി, 1000 100 ആയി, 100 10 ആയി. അപ്പോൾ ഇതാണ് അതിൻ്റെ ഫ്ലോ കാണിക്കുന്നത്. ദെൻ പ്രൊഡ്യൂസേഴ്സ്, പ്രൈമറി കൺസ്യൂമേഴ്സ്, സെക്കൻഡറി കൺസ്യൂമേഴ്സ്, ടെർഷ്യറി, ഓരോ ലെവൽസിലേക്ക് എത്തുമ്പോഴുള്ള എനർജി ഫ്ലോ ആണ്. ഓക്കെ, ദെൻ അടുത്തത് വരുന്നത് എക്കോളജിക്കൽ പിരമിഡ്സ്. എക്കോളജിക്കൽ പിരമിഡ്സ് ഓൾറെഡി പറഞ്ഞു, ജസ്റ്റ് ഒരു ഡയഗ്രമാറ്റിക്കൽ റെപ്രസെൻറ്റേഷൻ ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, ദെൻ എക്കോളജിക്കൽ സക്സഷൻ. എക്കോളജിക്കൽ സക്സഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഇറ്റ് ഈസ് എ ഗ്രാജുവൽ പ്രോസസ് ബൈ വിച്ച് എക്കോസിസ്റ്റം ചേഞ്ച് ആൻഡ് ഡെവലപ്പ് ഓവർ ടൈം. It is therefore a series of predictable temporary communities or stages leading up to a climax community. Each stage or temporary community is called a successional stage. അതായത് എക്കോളജിക്കൽ സക്സഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഒരു ഗ്രാജുവൽ അല്ലെങ്കിൽ ഒരു റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രോസസ്, അല്ലെങ്കിൽ ഒരു ക്രമമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സാണ് ബൈ വിച്ച് എക്കോസിസ്റ്റംസ് ചേഞ്ച് ആൻഡ് ഡെവലപ്പ് ഓവർ ടൈം. അതായത് ഒരു എക്കോസിസ്റ്റം കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതെന്താ ഗ്രാജുവലായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ചേഞ്ച് ചെയ്യുക, അല്ലെങ്കിൽ അത് ഡെവലപ്പ് ചെയ്യുക, അല്ലെങ്കിൽ മറ്റ് എന്തെങ്കിലും മാറ്റങ്ങൾ സംഭവിക്കുക, അതിനെയാണ് എക്കോളജിക്കൽ സക്സഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് പറയുന്നത് എൻവയോൺമെൻറ്റ് ഈസ് ഓൾവേസ് കെപ്റ്റ് ഓൺ ചേഞ്ചിങ് ഓവർ എ പീരിയഡ് ടൈം ഡ്യൂ ടു. അതായത് ഒരു എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത് എപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്, ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്, വേരിയേഷൻ ഇൻ ക്ലൈമറ്റ് ആൻഡ് ഫിസിയോളജിക്കൽ ഫാക്ടേഴ്സ്. ക്ലൈമാറ്റിക് ആൻഡ് ഫിസിയോളജിക്കൽ ഫാക്ടേഴ്സ് അതിനെ ആ ചേഞ്ചിങ്ങിന് വേണ്ടിയിട്ട് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ആക്ടിവിറ്റീസ് ഓഫ് സ്പീഷീസ് ഓഫ് കമ്മ്യൂണിറ്റീസ് ദംസെൽസ്, അതായത് അവിടെ തന്നെ വസിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ സ്പീഷീസിൻ്റെ ആക്ടിവിറ്റി കാരണം ചിലപ്പോൾ ആ ഒരു ഏരിയ ചിലപ്പോൾ എന്ത് ചെയ്യാം, മാറ്റങ്ങൾ സംഭവിക്കാം. Ecological succession is an orderly sequence of different communities over a period. Okay, then ecological succession രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, പ്രൈമറി സക്സഷൻ ആൻഡ് സെക്കൻഡറി സക്സഷൻ.
പ്രൈമറി സക്സഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഏരിയ ഫസ്റ്റ് ചേഞ്ചസ് ഫ്രം ബെയർ റോക്ക് ഇൻ ടു ഫങ്ഷൻ എക്കോസിസ്റ്റം. അതായത് നമ്മൾ ഉപയോഗശൂന്യമായിട്ടുള്ള എന്തെങ്കിലും പാറയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്ലേസൊക്കെ പിന്നെന്താണ് നമ്മൾ ആ ഒരു ഏരിയ ഫങ്ഷനിങ് ആക്കി മാറ്റുക, അല്ലെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു എക്കോസിസ്റ്റം ആക്കി മാറ്റുന്ന ഒരു പ്രോസസ്സിനെയാണ് പ്രൈമറി സക്സഷൻ എന്ന് പറയുന്നത്. സെക്കൻഡറി സക്സഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഇപ്പോൾ ഓൾറെഡി നമ്മൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്, അല്ലെങ്കിൽ ഒരു പ്ലാൻസ് ഇതൊക്കെ ഉള്ള ഒരു പ്ലേസ് ഉണ്ട്. ഇതിനെ റീപ്ലേസ് ചെയ്തിട്ട് മറ്റൊരു കമ്മ്യൂണിറ്റി ആയിട്ട് മാറ്റുന്ന ഒരു പ്രോസസ്സാണ് സെക്കൻഡറി സക്സഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്ക് പ്രൈമറി സക്സഷൻ്റെ ഒരു എക്സാമ്പിളാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ദ ഡെവലപ്മെൻറ്റ് ഓഫ് ആൻ എക്കോസിസ്റ്റം ഇൻ ആൻ ഏരിയ ദാറ്റ് ഹാസ് നെവർ ഹാഡ് എ കമ്മ്യൂണിറ്റി. അതായത് മുന്നേ ഒരിക്കലും അവിടെ ഒരു ജനവാസം ഒന്നും ഇല്ലാത്തൊരു ഏരിയ, എന്നിട്ട് പിന്നെ അതിനെന്ത് ചെയ്യുക, ഒരു ലിവിങ് എക്കോസിസ്റ്റം അല്ലെങ്കിൽ ലിവിങ് ഏരിയ ആക്കി മാറ്റുന്ന ഒരു പ്രോസസ്സാണ് പ്രൈമറി സക്സഷൻ എന്ന് പറയുന്നത്. എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുള്ളത് ഒരു കമ്മ്യൂണിറ്റിയാണ്. അതായത് ഒരു ലാവൊക്കെ നമ്മുടെ ഉണ്ടായി വന്നിട്ടുള്ളത്, വോൾക്കാനോ ദാറ്റ് മേക്സ് ന്യൂ ഐസ്ലാൻഡ്. നമ്മളത് എന്താ, നമ്മൾ അവിടെ വസിക്കുന്നൊന്നുമില്ല അല്ലെങ്കിൽ താമസിക്കുന്നൊന്നുമില്ല. പിന്നീട് അതെന്താണ്, ഒരു രൂപമാറ്റമൊക്കെ സംഭവിച്ച് ഒരു ഐലാൻഡൊക്കെ ആയി മാറുന്ന ഒരു എന്താ പ്രോസസ്സ്, അതാണ് പ്രൈമറി സക്സഷൻ. Then primary succession is the process by which an area first changes from bare rock into functioning ecosystem. മറ്റൊരു എക്സാമ്പിളാണ് ഒരു ബെയർ റോക്ക്, അതായത് ഒരു വലിയൊരു പാറ പോലെയുള്ള ഒരു സ്ഥലം, അത് പിന്നീട് നമ്മൾ രൂപമാറ്റം സംഭവിച്ച് ഒരു ഫങ്ഷനിങ് ആയിട്ട് അല്ലെങ്കിൽ കുറേ ചെടികളോ അല്ലെങ്കിൽ മരങ്ങളൊക്കെ നട്ടുപിടിപ്പിച്ച് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്ലേസ് ആക്കി മാറ്റുന്ന ഒരു ഇതാണ് എന്ത്, പ്രൈമറി സക്സഷൻ. ഇവിടെ കണ്ടോ, എക്സ്പോസ്ഡ് റോക്സ്, ലിച്ചസ് ആൻഡ് മോസസ്, ചെറിയ എന്താ ഈ റോക്കും ചെറിയ ചെറിയ വല്ല പുല്ലോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലായി അങ്ങനത്തെ ഒരു സ്ഥലത്തിന് രൂപമാറ്റം സംഭവിച്ചിട്ട് ആണ് ഈ ഒരു രൂപത്തിലേക്ക് മാറിയിട്ടുള്ളത്. ഓക്കെ, രണ്ടാമത് പറയുന്നത് സെക്കൻഡറി സക്സഷനാണ്. അതായത് എൻറ്റയർലി നമ്മളെന്താണ് ഒരു ഏരിയനെ ഡിസ്ട്രോയ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ പാർഷ്യലിയോ എങ്ങനെയെങ്കിലും ഡിസ്ട്രോയ് ചെയ്തിട്ട് അത് വേറെ ഒരു നമ്മളൊരു ഹാബിറ്റ് ഒരു എക്കോസിസ്റ്റമാക്കി മാറ്റാം. Then when an existing community has been cleared by a disturbance such as fire, ടൊർണാഡോ എക്സെട്ര, അതായത് ചിലപ്പോൾ വല്ല കാട്ടുതീയോ വല്ല കൊടുങ്കാറ്റോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ആ ഒരു കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ആ ഒരു ഏരിയ എന്ത് ചെയ്യുന്നത്, ക്ലിയർ ചെയ്യുകയാണ്. അല്ല, എന്നിട്ട് അവിടെ പിന്നെന്താ, സോയിൽ റിമൈൻസ് ഇൻടാക്ട്, ദ ഏരിയ ബിഗിൻസ് ടേൺ ടു നാച്ചുറൽ കമ്മ്യൂണിറ്റി because these habitats previously supported life. Secondary succession like primary succession already. ഓക്കെ, അപ്പോൾ ഇതിൽ പറയുന്നത് എന്താ വെച്ചാൽ, ചിലപ്പോൾ ചില ഏരിയ നമുക്ക് ക്ലിയർ ചെയ്തിട്ട് എന്താവും, ചിലപ്പോൾ വല്ല ഫയറോ അല്ലെങ്കിൽ വല്ല ഞാൻ പറഞ്ഞു വല്ല പ്രളയമോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ആ ഒരു ഏരിയ മാറി ചിലപ്പോൾ പിന്നീട് നമ്മൾ റീകൺസ്ട്രക്ട് ചെയ്യേണ്ടി വരും. അങ്ങനെയുള്ള ആ ഒരു പ്രോസസ്സിനെയാണ് സെക്കൻഡറി സക്സഷൻ എന്ന് പറയുന്നത്. Since the soil is already in place, secondary succession can take place 5 to 10 times faster than primary succession. അതായത് നമ്മൾ പ്രൈമറി സക്സഷനേക്കാളും പെട്ടെന്ന് തന്നെ നമുക്ക് എന്ത് സെക്കൻഡറി സക്സഷൻ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്, 10 times faster ആണെന്നാണ് പറയുന്നത്. ഓക്കെ, അതായത് സെക്കൻഡറി സക്സഷൻ ഇവിടെ കൊടുത്തിരിക്കുന്ന ഒരു എക്സാമ്പിൾ നോക്കൂ. അതായത് ഇറ്റ് ഈസ് എ പ്രോസസ് ബൈ വിച്ച് ആൻ എക്കോസിസ്റ്റം ദാറ്റ് ഹാസ് ബീൻ ഡെസ്ട്രോയിഡ് ഗ്രാജുവലി റിട്ടേൺസ് ടു ഇറ്റ്സ് പ്രീവിയസ് സ്റ്റേറ്റ്. അതായത് അത് പിന്നീട് അതിൻ്റെ പ്രീവിയസ് സ്റ്റേറ്റിനെ കൺസേർവ് ചെയ്ത് വരുന്നുണ്ട്. ഇവിടെ ആൾറെഡി എന്താണ് കുറച്ച് ചെറിയ പുല്ല് ഇതൊക്കെ ഉണ്ടായിരുന്നത്, അത് പിന്നെ മാറി നല്ല വലിയ ട്രീസും കാര്യങ്ങളൊക്കെ ആയി ഒരു രൂപമാറ്റമാണ് അവിടെ സംഭവിക്കുന്നത്. ഓക്കെ, ദെൻ അടുത്തത് പ്രോസസ് ഓർ സ്റ്റേജസ് ഓഫ് എക്കോളജിക്കൽ സക്സഷൻ. അതായത് ഈ എക്കോളജിക്കൽ സക്സഷൻ നടക്കുന്ന സമയത്ത് അവിടെ നടക്കുന്ന ഓരോ പ്രോസസ്സ് അല്ലെങ്കിൽ സ്റ്റേജസ് ആണ് അടുത്ത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, ഫസ്റ്റ് വൺ നൂഡേഷൻ. നൂഡേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സക്സഷൻസ് ബിഗിൻസ് വിത്ത് ദ ഡെവലപ്മെൻറ്റ് ഓഫ് എ ബെയർ സൈറ്റ്. അതായത് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നൊരു ബെയർ സൈറ്റ്, അതായത് ഒന്നുമില്ലാത്ത ചില റോക്സ് കാര്യങ്ങളൊക്കെ ഉള്ള അങ്ങനെ ഒരു സ്ഥലങ്ങളിൽ നിന്നാണ് ഈ ഒരു നൂഡേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ദെൻ
ഇൻവേഷൻ എന്ന് പറയുന്നത് ടൈപ്സ് ഉണ്ട്. അതിലാണ് മൈഗ്രേഷൻ വരുന്നത്. മൈഗ്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് റെഫേഴ്സ് ടു അറൈവൽ ഓഫ് പ്രൊപ്പഗേറ്റ്സ് ഡിസ്പേർഷൻ. അതായത് ചില എന്താ പറയുക സീഡ്സ് അല്ല അതുപോലെ തന്നെ മറ്റു വല്ല മുളച്ചുണ്ടാവുന്ന വല്ല ചെടികളോ അങ്ങനത്തെ അതിൻ്റെയൊക്കെ സീഡ്സൊക്കെ വന്നിട്ട് ഉണ്ടാവുന്ന ഒരു പ്രോസസ്സാണത് മൈഗ്രേഷൻ. അല്ലെങ്കിൽ ഡിസ്പേർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ആളുകൾ നമ്മുടെ ഇൻഡിവിജ്വൽസൊക്കെ വന്നിട്ട് അവിടെയൊക്കെ ഒരു ഏരിയ ഒക്കെ മാറ്റി വേറൊരു രൂപമാറ്റം സംഭവിച്ചിട്ടുള്ള ആ ഒരു സിസ്റ്റത്തിനെയാണ് ഡിസ്പേർഷൻ എന്ന് പറയുന്നത്. ദെൻ കേസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇൻവോൾവ്സ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആൻഡ് ഇനീഷ്യൽ ഗ്രോത്ത് ഓഫ് വെജിറ്റേഷൻ. നമ്മുടെ വെജിറ്റേഷൻ അല്ലെങ്കിൽ ചെടികൾ പുൽച്ചെടികളൊക്കെ എന്താ ചെയ്യുന്നത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്, അതിനെയാണ് കേസസ് എന്ന് പറയുന്നത്. അഗ്രിഗേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇൻവോൾവ്സ് ഇൻക്രീസ് ദ നമ്പർ ഓഫ് സ്പീഷീസ്. അപ്പോൾ ഓൾറെഡി ഉള്ള ഒരു സ്ഥലത്ത് എന്ത് ചെയ്യാണ് അതിൻ്റെ സ്പീഷീസിൻ്റെ എണ്ണം എന്ത് ചെയ്യുന്നുണ്ട് കൂടുന്നുണ്ട്, അതിനെയാണ് അഗ്രിഗേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആസ് വെജിറ്റേഷൻ ബിക്കംസ് വെൽ എസ്റ്റാബ്ലിഷ്, നമ്മുടെ ഈ ചെടികളും പുൽച്ചെടികളും മറ്റുമൊക്കെ നന്നായിട്ട് ഉണ്ടായിക്കഴിഞ്ഞാൽ ഗ്രൂ ആൻഡ് സ്പ്രെഡ് വേരിയസ് സ്പീഷീസ് ബിഗാൻ ടു കോമ്പറ്റീറ്റ് ഫോർ സ്പേസ്. അവിടെ എന്താണ് കുറേ ആളുകൾ അല്ലെങ്കിൽ കുറേ സ്പീഷീസ് ജീവജാലങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് അവർക്ക് വേണ്ടിയിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള സ്പേസിന് അവർ വേണ്ടിയിട്ട് കോമ്പീറ്റ് ചെയ്യണം അല്ലെങ്കിൽ അവർ മത്സരിക്കുകയാണ്. ലൈറ്റ് ആൻഡ് ന്യൂട്രിയൻസ്, പിന്നെ എന്തിനാ ലൈറ്റ് ന്യൂട്രിയൻസ് ഇതിനൊക്കെ വേണ്ടിയിട്ട് ഈ ഒരു ഫേസിനെയാണ് കോമ്പറ്റീഷൻ എന്ന് പറയുന്നത്. അതായത് അവർക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള സ്ഥലം അവർ കണ്ടെത്തി അവരവിടെ എന്താണ് ജീവിച്ചു പോകുന്ന ആ ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് അവർ എന്ത് ചെയ്യുന്നുണ്ട് ഫൈറ്റ് ചെയ്ത് അല്ലെങ്കിൽ അവർ എന്ത് ചെയ്യുന്നുണ്ട് കോമ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനെയാണ് കോമ്പറ്റീഷൻ എന്ന് പറയുന്നത്. ദെൻ സ്റ്റെബിലൈസേഷൻ, റിയാക്ഷൻ ഫേസ് ലീഡ്സ് ടു ഡെവലപ്മെൻറ്റ് ഓഫ് ക്ലൈമാക്സ് കമ്മ്യൂണിറ്റി. അതായത് സ്റ്റെബിലൈസേഷൻ എന്ന് പറഞ്ഞാൽ ക്ലൈമാക്സ് കമ്മ്യൂണിറ്റി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ക്ലൈമാക്സ് കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ വലിയ വലിയ മരങ്ങൾ ഇതൊക്കെ ഇതിനൊന്നും പിന്നെ രൂപമാറ്റം സംഭവിക്കുന്നില്ല. ഇപ്പോൾ അത് ഒന്നെങ്കിൽ ഒരു ഫയർ വന്നു കഴിഞ്ഞാലോ അല്ലെങ്കിൽ ആളുകൾ വെട്ടി നശിപ്പിച്ചാലും മാത്രമേ അതിൻ്റെ ആ ഒരു സ്റ്റെബിലിറ്റിക്ക് മാറ്റം വരുന്നുള്ളൂ അല്ലേ. അതുവരെ ആ ഒരു വലിയൊരു മരമായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ വലിയൊരു കാടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ അതുപോലെ തന്നെ നിലനിൽക്കുകയാണ് അല്ലേ. അപ്പോൾ അതിനെയാണ് സ്റ്റെബിലൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് സ്റ്റഡി ഓഫ് സം എക്കോസിസ്റ്റംസ്, കോമൺ എക്കോസിസ്റ്റംസ്. അതായത് കുറച്ച് ടൈപ്സ് ഓഫ് എക്കോസിസ്റ്റംസ്. 2 ടൈപ്സ് ഉണ്ട്, ടെറസ്ട്രിയൽ എക്കോസിസ്റ്റം ആൻഡ് അക്വാട്ടിക് എക്കോസിസ്റ്റം. ടെറസ്ട്രിയൽ എക്കോസിസ്റ്റത്തിൽ 3 ടൈപ്സ് ആണ് വരുന്നത്. First one is grassland ecosystem, second one is desert ecosystem, and third one is forest ecosystem. Next aquatic ecosystem pond ecosystem, second one ocean ecosystem. ഓക്കെ, അതിൽ ഫസ്റ്റ് വൺ നമുക്ക് നോക്കാം ഫോറസ്റ്റ് എക്കോസിസ്റ്റം എന്താണ്. അതിൽ ബയോട്ടിക് ഏജൻറ്റ്സ് അല്ലെങ്കിൽ ബയോട്ടിക് കമ്പോണൻസ് ഉണ്ട്, അബയോട്ടിക് കമ്പോണൻസ് ഉണ്ട്. അബയോട്ടിക് എന്ന് പറയുമ്പോൾ ജീവന് ഇല്ലാത്തത്, ബയോട്ടിക് എന്ന് പറയുമ്പോൾ ജീവനുള്ളത്. അബയോട്ടിക് കമ്പോണൻസിൽ വരുന്നത് ഇനോർഗാനിക് ആൻഡ് ഓർഗാനിക് സബ്സ്റ്റൻസ് ആണ് ഫൗണ്ട് ഇൻ ദ സോയിലിൽ അതുപോലെ തന്നെ ക്ലൈമറ്റിലൊക്കെ ഉള്ള എന്താണ് ജീവനില്ലാത്ത സംതിങ് സച്ച് ആസ് ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി, റെയിൻഫോൾ ആൻഡ് ലൈറ്റ്. ഇതൊന്നും എന്താ നമുക്ക് ലിവിങ് തിങ്സ് അല്ല. നെക്സ്റ്റ് വൺ ബയോട്ടിക് കമ്പോണൻസ്. ബയോട്ടിക് കമ്പോണൻസ് പറയുമ്പോൾ പ്രൊഡ്യൂസേഴ്സ് ഉണ്ട്, കൺസ്യൂമേഴ്സ് ഉണ്ട്, ഡീകമ്പോസേഴ്സ് ഉണ്ട്. പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ട്രീസ് ഡിപ്പെൻഡിങ് അപ്പോൺ ദ ക്ലൈമറ്റിനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ഒരു ട്രീസാണ് പ്രൊഡ്യൂസേഴ്സ്. ദെൻ കൺസ്യൂമേഴ്സ് എന്ന് പറയുമ്പോൾ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടെർഷറി കൺസ്യൂമേഴ്സ്. അതിലാരൊക്കെ വരുന്നത് ഡിയർ, എലിഫൻറ്റ്, മോൾസ്, സ്നേക്സ്, ലിസാർഡ്സ്, ലയൺ ആൻഡ് ടൈഗർ. ദെൻ ഡീകമ്പോസേഴ്സിൽ ആരൊക്കെയാണ്? ദീസ് ആർ വേരിയസ് കൈൻഡ്സ് ഓഫ് ബാക്ടീരിയ ആൻഡ് ഫംഗി. ബാക്ടീരിയയും ഫംഗസും ഒക്കെയാണ് ഡീകമ്പോസേഴ്സിൽ വരുന്നത്, ഓൾറെഡി നമുക്കറിയാം. ദെൻ ഫോറസ്റ്റ് എക്കോസിസ്റ്റത്തിൻ്റെ ടൈപ്സ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് ഉണ്ട്, ടെമ്പറേറ്റ് ഫോറസ്റ്റ് ഉണ്ട്, കോണിഫറസ് ഫോറസ്റ്റ് ഉണ്ട്, ദെൻ തുന്ദ്ര ഫോറസ്റ്റ്. ട്രോപ്പിക്കൽ എന്തൊക്കെയാണ് വരുന്നത്? സ്മോൾ മാമൽസ്, റെപ്റ്റൈൽ ബേർഡ്സ്, മങ്കീസ്, പ്രഡേറ്റേഴ്സ് ലൈക്ക് ടൈഗർ, ജഗ്വാസ് എക്സെട്ര. അപ്പോൾ ഇവരൊക്കെയാണ് ഒരു ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റിൽ വരുന്ന ആരൊക്കെ ജീവികൾ. ദെൻ ടെമ്പറേറ്റ് ഫോറസ്റ്റിൽ വരുന്നത് ആരൊക്കെയാണ്?
ഓക്സ്, മാപ്പിൾസ്, കോണിഫറസ് പ്ലാന്റ്സ് ലൈക്ക് പൈൻസ്, ഫേൺസ്, ഇതൊക്കെ ഓരോ ട്രീസിൻ്റെ പേരുകളാട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഈ ടെമ്പറേറ്റ് ഫോറസ്റ്റിൽ വരുന്നത്. ദെൻ കോണിഫറസ് ഫോറസ്റ്റിൽ വരുന്നത് സ്പ്രൂസ്, പൈൻ, ഇതൊക്കെയാണ് എന്തിൽ വരുന്നത്, കോണിഫറസ് ഫോറസ്റ്റിൽ. ദെൻ തുന്ദ്ര, ജസ്റ്റ് പേരുകൾ നിങ്ങൾ നോക്കി വെച്ചാൽ മതി. തുന്ദ്ര ഫോറസ്റ്റിൽ വരുന്നത് മോസസ്, ലിച്ചൻസ്, ഗ്രാസസ് ആൻഡ് സം ഡ്വാർഫ് ട്രീസ്. ദെൻ ആനിമൽസ് ലൈക്ക് ആർട്ടിക് ഫോക്സ്, ഹെയർസ്, സ്നോയി ഓൾസ്, ഇതൊക്കെയാണ് എന്തിൽ വരുന്നത്, ഈ തുന്ദ്ര ഫോറസ്റ്റിലൊക്കെ കണ്ടുവരുന്ന ജീവികൾ. നേരത്തെ പറഞ്ഞു ട്രോപ്പിക്കൽ ഫോറസ്റ്റ്. ഇനി ട്രോപ്പിക്കൽ ഫോറസ്റ്റ് എന്താണ്? വെർട്ടിക്കൽ സ്ട്രാറ്റിഫിക്കേഷൻ വിത്ത് ട്രീസ് ഇൻ കനോപ്പി ബ്ലോക്കിംഗ് ലൈറ്റ് ടു ബോട്ടം സ്ട്രാറ്റ. അതായത് വലിയ വലിയ മരങ്ങളൊക്കെ എന്താണ് വളർന്നിരിക്കുന്ന ഒരു ഏരിയ. ഓക്കെ, അവിടെ എന്താണ് ബ്ലോക്കിംഗ് ലൈറ്റ് ടു ബോട്ടം സ്ട്രാറ്റ, താഴേക്ക്. അതായത് ഒരു കാടുകളിലൊക്കെ നമുക്കറിയാം ലൈറ്റ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലേക്കൊന്നും തട്ടത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള ഏരിയ ആണ് ട്രോപ്പിക്കൽ ഫോറസ്റ്റ്. അതായത് നല്ല തിങ്ങി വളർന്ന് വരുന്ന ഒരു ഏരിയ അല്ലെങ്കിൽ ഫോറസ്റ്റ് ഏരിയയാണ് ട്രോപ്പിക്കൽ ഫോറസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, പ്ലാന്റ്സ് ദാറ്റ് ഗ്രൂ ഓൺ അതർ പ്ലാന്റ്സ്. ഇവിടെ ചിലപ്പോൾ എന്താണ് എപ്പിഫൈറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മരങ്ങളിൽ തന്നെ ചിലപ്പോൾ വേറെ കുറേ ചെടികളോ അല്ലെങ്കിൽ മരങ്ങളിൽ പറ്റി പിടിച്ച് വളരുന്ന കുറച്ച് പ്ലാന്റ്സ് ഇല്ലേ, അപ്പോൾ അവരൊക്കെ ഇതിലും ഉൾപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ പാടെ കൂടിയതാണ് എന്ത്, ട്രോപ്പിക്കൽ ഫോറസ്റ്റ് എന്ന് പറയുന്നത്. ദെൻ ടെമ്പറേറ്റ് ഡെസിഡസ് ഫോറസ്റ്റ്, അതായത് മിഡ് ലാറ്റിറ്റ്യൂഡ് വിത്ത് മോഡറേറ്റ് എമൗണ്ട് ഓഫ് മോയ്സ്ചർ. അതായത് ഒരു മീഡിയം കാലാവസ്ഥയാണ് അവിടെ, മോയ്സ്ചർ അതായത് തണുത്തൊരു കാലാവസ്ഥ ഉണ്ടായിരിക്കും. ഓക്കെ, പിന്നെന്താ ട്രീസ്, അതുപോലെ തന്നെ ഷ്രബ്സ്, ഇവയൊക്കെ വളരുന്ന ഒരു ഏരിയ ആയിരിക്കും എന്ത്, ടെമ്പറേറ്റ് ഫോറസ്റ്റ് എന്ന് പറയുന്നത്. ഇവിടെ എന്താണ് തണുപ്പ് കാലമൊക്കെ ആകുമ്പോൾ എന്താണ് ഈ ഇലകളൊക്കെ പൊഴിയും. അതുപോലെ തന്നെ ഒരുപാട് ആനിമൽസ് എന്ത് ചെയ്യുന്നുണ്ട്, ചിലപ്പോൾ അവർക്ക് ആ കാലാവസ്ഥ പറ്റാഞ്ഞിട്ട് മൈഗ്രേറ്റ് ചെയ്ത് പോകുന്നുണ്ട്. ദെൻ ഒറിജിനൽ ഫോറസ്റ്റ് ലോസ്റ്റ് ഫ്രം നോർത്ത് അമേരിക്ക ബൈ ലോഗിങ് ആൻഡ് ക്ലിയറിങ്. അതായത് ചില അമേരിക്ക പോലുള്ള നോർത്ത് അമേരിക്കയിലൊക്കെ എന്താണ് ലോഗിങ്, അതായത് മരങ്ങളൊക്കെ വെട്ടി നശിപ്പിച്ച് ഒറിജിനൽ ഫോറസ്റ്റിനെ നശിപ്പിച്ച് അല്ലെങ്കിൽ ക്ലിയർ ചെയ്ത് പോകുന്നുണ്ട്. ഇതാണ് എന്ത് ടെമ്പറേറ്റ് ഡെസിഡസ് ഫോറസ്റ്റ് എന്ന് പറയുന്നത്. അടുത്തത് കോണിഫറസ് ഫോറസ്റ്റ്. കോണിഫറസ് ഫോറസ്റ്റ് എന്താണ്, വലിയ വലിയ ബിഗ് ഫോറസ്റ്റ്. ഓക്കെ, ഓൾഡ് ഗ്രോത്ത് ഫോറസ്റ്റ് റാപ്പിഡ്ലി ഡിസപ്പിയറിങ്. അതായത് വലിയ വലിയ മരങ്ങൾ കാര്യങ്ങളൊക്കെ എന്താണ് അവിടെ നിന്ന് ലോസായി പോവുക അല്ലെങ്കിൽ ഡിസപ്പയർ ആയി പോകുന്ന സിറ്റുവേഷൻ. യൂഷ്വലി റിസീവ്സ് ലോട്ട്സ് ഓഫ് മോയ്സ്ചർ ആസ് റെയിൻ ഓർ സ്നോ. കൂടുതലായിട്ട് അവിടെ എന്താ മഴയൊക്കെ ലഭിക്കും, അതുപോലെ തന്നെ മഞ്ഞ് അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരിക്കും. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നത് തുന്ദ്ര ഫോറസ്റ്റ് ആണ്. ഇവിടെ എന്താണ് ഒരു പെർമനൻ്റ് ആയിട്ടുള്ള ഒരു ഫ്രോസൺ ഗ്രൗണ്ട്, അതിനെ പെർമ ഫ്രോസ്റ്റ് എന്ന് പറയും. അതായത് ഒരു മോയ്സ്ചർ ടൈപ്പ് എൻവയോൺമെൻറ്റ് അല്ലെങ്കിൽ ഒരു ഗ്രൗണ്ട് ലെവലൊക്കെ ആയിരിക്കും അവിടെ ഉണ്ടായിരിക്കുക. കുറച്ച് നല്ല തണുപ്പൊക്കെ ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ നല്ല കാറ്റൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അവിടെ ട്രീസൊന്നും അധികം ഉണ്ടാവില്ല. 20% ലാൻഡ് സർഫസ് ഓൺ എർത്ത്. നമ്മുടെ ഭൂമിയിൽ 20% ഇതുപോലെയുള്ള ലാൻഡ് സർഫസ് ആണ് കൂടുതലായിട്ടും കണ്ടുവരുന്നത്. ഫിഗറിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. അടുത്ത എക്കോസിസ്റ്റമാണ് ഗ്രാസ് ലാൻഡ് എക്കോസിസ്റ്റം. ഗ്രാസ് ലാൻഡ് എക്കോസിസ്റ്റം എന്ന് പറയുന്നത് എന്താണ്, പുല്ല് കാര്യങ്ങളൊക്കെ വളർന്നിരിക്കുന്നൊരു ഏരിയ അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു എക്കോസിസ്റ്റം. അവിടെ ഒരുപാട് പേര് അതിനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്നത്. സോ അതിന് 2 ടൈപ്പ് ഉണ്ട്, ട്രോപ്പിക്കൽ ഗ്രാസ് ലാൻഡ്സ് ആൻഡ് ടെമ്പറേറ്റ് ഗ്രാസ് ലാൻഡ്സ്. ട്രോപ്പിക്കൽ ഗ്രാസ് ലാൻഡ് എന്താ, ക്ലോസസ്റ്റ് ടു ഇക്വേറ്റർ ആൻഡ് ആർ ഹോട്ട് ത്രൂ ഔട്ട് ദ ഇയർ. അതായത് ഇക്വേറ്ററിനായിട്ട് കൂടുതൽ അടുത്തിരിക്കുന്ന ഒരു എന്താണ് എക്കോസിസ്റ്റമാണ് ട്രോപ്പിക്കൽ ഗ്രാസ് ലാൻഡ്സ്. ഇവിടെ എന്താണ് ചൂടൊക്കെ വർഷത്തിലൊക്കെ നല്ല ചൂട് കിട്ടുന്ന ഏരിയയാണ്. ടെമ്പറേറ്റ് ഗ്രാസ് ലാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഫർദർ ഫ്രം ദ ഇക്വേറ്റർ ആൻഡ് ഹാവ് ബോത്ത് ഹോട്ട് സമ്മേഴ്സ് ആൻഡ് ഹാർഷ് വിൻറ്റേഴ്സ്. ഇവിടെ എന്താണ് രണ്ടും കിട്ടും, സമ്മേഴ്സും കിട്ടും അതുപോലെ തന്നെ വിൻ്ററും കിട്ടും. അങ്ങനെയുള്ള ഒരു ഏരിയയാണ് ടെമ്പറേറ്റ് ഗ്രാസ് ലാൻഡ്സ്. ഓക്കെ,
അതുപോലെയുള്ള പ്ലേസസ് ആണ് ടെമ്പറേറ്റ്. ചൂടും തണുപ്പും ഉണ്ടായിരിക്കും, ചില സമയങ്ങളിൽ ചൂട് മാത്രമായിട്ടുള്ളതും ഉണ്ടായിരിക്കും. അതിന് 2 ടൈപ്സ്. ടെമ്പറേറ്റ് ഗ്രാസ് ലാൻഡാണ് ഇത് കാണിച്ചിട്ടുള്ളത്. ഇത് ട്രോപ്പിക്കൽ ഗ്രാസ് ലാൻഡും ഇത് ടെമ്പറേറ്റ് ഗ്രാസ് ലാൻഡും. മാർക്ക്ഡ് ബൈ സീസണൽ ഡ്രോട്ട് ആൻഡ് ഫയേഴ്സ് ആൻഡ് ഗ്രേസിംഗ് ബൈ ലാർജ് ആനിമൽസ്. ഈ ഒരു ടെമ്പറേറ്റ് ഗ്രാസ് ലാൻഡിലൊക്കെ വലിയ വലിയ ആനിമൽസൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഗ്രേസ് ചെയ്യുന്നുണ്ട്, മേഞ്ഞ് നടക്കുന്നുണ്ട്. അപ്പോൾ അവിടെയൊക്കെ എന്താ പുല്ല് കാര്യങ്ങളൊക്കെ തിന്നാൻ വേണ്ടിയിട്ട് അവർ വരുന്നുണ്ട്. ദെൻ അവിടെ ഡ്രോട്ട്, വരൾച്ച, അതുപോലെ തന്നെ സീസണലായിട്ട് ഫയേഴ്സൊക്കെ, വരൾച്ചയും അതുപോലെ തന്നെ കാട്ടുതീയൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ദെൻ റിച്ച് ഹാബിറ്റേറ്റ് ഫോർ അഗ്രികൾച്ചർ, ആൻഡ് വെരി ലിറ്റിൽ പ്രയറീസ് എക്സിസ്റ്റ് ഇൻ US ടുഡേ. അതായത് അവരുടെ കൃഷി അല്ലെങ്കിൽ റിച്ച് ഹാബിറ്റേറ്റ് ഫോർ കൃഷി ചെയ്യാനൊക്കെ നല്ലൊരു ഏരിയ ആണത്. അതുപോലെ തന്നെ ലിറ്റിൽ പ്രയറി എക്സിസ്റ്റ് ഇൻ US ടുഡേ. US ഇതെന്താണ്, ലിറ്റിൽ കുറച്ച് ഇത് എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ. ഓക്കെ. ദെൻ നെക്സ്റ്റ് വരുന്നത് ഗ്രാസ് ലാൻഡ് എക്കോസിസ്റ്റം. അതായത് നേരത്തെ പറഞ്ഞു ഗ്രാസ് ലാൻഡ് എക്കോസിസ്റ്റം, അതിലുള്ള അബയോട്ടിക്, ബയോട്ടിക് കമ്പോണൻസ് ആണ് ഇനി പറയുന്നത്. ബയോട്ടിക് കമ്പോണൻസ് ഇനോർഗാനിക് എലമെൻറ്റ്സ് ആയിട്ടുള്ള കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ, ഫോസ്ഫറസ്, സൾഫർ ഇതുപോലെയുള്ള ക്ലൈമാറ്റിക് കമ്പോണൻസ് ആണ്. അതുപോലെ തന്നെ ടെമ്പറേച്ചർ, റെയിൻഫോൾ, ലൈറ്റ് ഇതൊക്കെയാണ് അബയോട്ടിക് കമ്പോണൻസിൽ. ദെൻ ബയോട്ടിക് കമ്പോണൻസിൽ പ്രൊഡ്യൂസേഴ്സ്, കൺസ്യൂമേഴ്സ്, ഡീകമ്പോസേഴ്സ്. പ്രൊഡ്യൂസേഴ്സിൽ മെയിനായിട്ട് ഗ്രാസസ് ഒക്കെയാണ് വരുന്നത്, അതുപോലെ തന്നെ ട്രീസ് ഒക്കെ. ദെൻ കൺസ്യൂമേഴ്സിൽ ഡിയർ, റാബിറ്റ്, ജിറാഫ്. ദെൻ ഹെർബിവോഴ്സ്, വൈൽഡ് വോൾഫ്, ലിയോപ്പാർഡ് എക്സെട്ര ആർ കാർണിവോഴ്സ്. ദെൻ ഡീകമ്പോസേഴ്സ് വരുന്നത് മെയിൻലി ബാക്ടീരിയയും ഫംഗസും ആണ്. ഓക്കെ. ദെൻ നെക്സ്റ്റ് വരുന്നത് ഡെസേർട്ട് എക്കോസിസ്റ്റം. അതിൽ ബയോട്ടിക് കമ്പോണൻസ് ഉണ്ട്, അബയോട്ടിക് കമ്പോണൻസും ഉണ്ട്. അബയോട്ടിക്കിൽ വരുന്നത് ലോ റെയിൻഫാൾ, അതുപോലെ തന്നെ ഹൈ ടെമ്പറേച്ചർ ആണ് ഈ ഒരു ഡെസേർട്ട്. നമുക്കറിയാം, ഒരു ചെടികളോ പുല്ലോ അങ്ങനെ ഒന്നും ഇല്ലാത്തൊരു ഏരിയയാണ് ഡെസേർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഉള്ളത് ചെറിയ തോതിലുള്ള റെയിൻഫാൾ, അതുപോലെ തന്നെ നല്ല ടെമ്പറേച്ചർ ആയിരിക്കും. പിന്നെ സാൻഡി സോയിൽ, ഒരു മണൽ പോലെയുള്ള ഇതായിരിക്കും അവിടുത്തെ ലാൻഡ് ഏരിയ എന്ന് പറയുന്നത്. ബയോട്ടിക് കമ്പോണൻസ് ആയിട്ടുള്ള പ്രൊഡ്യൂസേഴ്സിൽ ആരൊക്കെ വരുന്നത്, തോണി ഷ്രബ്സ്, അതായത് മുൾച്ചെടികളൊക്കെ ഉണ്ടാവില്ലേ, അതുപോലെ തന്നെ കാക്ടസ്, ഇതൊക്കെ ഓരോ ടൈപ്പ് ഓഫ് പ്രൊഡ്യൂസേഴ്സ് ആണ് ഈ ഡെസേർട്ട് എക്കോസിസ്റ്റത്തിലുള്ള. ദെൻ കൺസ്യൂമേഴ്സ് വരുന്നത് ഇൻസെക്റ്റ്, ലിസാർഡ്സ്, റെപ്റ്റൈൽസ്, നോക്ചറൽ, റോഡൻസ്, ബേർഡ്സ് എക്സെട്ര ആണ് കൺസ്യൂമേഴ്സ് വരുന്നത്. ഡീകമ്പോസേഴ്സ് ഓൾസോ ബാക്ടീരിയ ആൻഡ് ഫംഗൈ. ഇനി ഇവിടെ ഡെസേർട്ട് എക്കോസിസ്റ്റം ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇവിടെ എന്താണ്, ലെസ് ദാൻ 30 സെൻറ്റിമീറ്റർ പെർ ഇയർ ആണ് റെയിൻഫോള് ഉള്ളത്. ഓരോ ടൈപ്പ് ഓഫ് ഡെസേർട്ട് ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് അഡാപ്റ്റഡ് ഫോർ വാട്ടർ സ്റ്റോറേജ് ആൻഡ് കൺസർവേഷൻ. ഇവിടെയുള്ള ചെടികൾക്ക് അതുപോലെ തന്നെ ആനിമൽസിനൊക്കെ വാട്ടർ കൺസേർവ് ചെയ്യാനുള്ള ഒരു കേപ്പബിലിറ്റി ഉണ്ടായിരിക്കും. നമുക്കറിയാം, മരുഭൂമിയിലൊക്കെ ഒട്ടകത്തിന് അതുപോലെ തന്നെ ചില ചെടികളിലൊക്കെ വാട്ടർ കൺസേർവ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട്. ദെൻ ക്യാൻ ബി എയ്തർ വെരി ഹോട്ട് ഓർ വെരി കോൾഡ്. ചില സമയങ്ങളിൽ നല്ല തണുപ്പായിരിക്കും അവിടെ, ചില സമയങ്ങളിൽ നല്ല ചൂട് കാലങ്ങളായിരിക്കും. എക്സാമ്പിൾ സഹാറ മരുഭൂമി, അതുപോലെ തന്നെ താർ, അന്റാർട്ടിക്ക, ഇവിടെയൊക്കെ ഈ ഒരു ക്ലൈമറ്റ് ആയിരിക്കും. അടുത്ത് വരുന്നത് എക്കോസിസ്റ്റം ആണ് പോണ്ട് അല്ലെങ്കിൽ ഓഷ്യൻ എക്കോസിസ്റ്റം. അതിൽ ബയോട്ടിക് കമ്പോണൻസ് ആരൊക്കെയാണ്, ഓർഗാനിക് ആൻഡ് ഇനോർഗാനിക് കമ്പോണൻസ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിക് ഗ്യാസസ് ഡിസോൾവ്ഡ് ഇൻ വാട്ടർ. വെള്ളത്തിൽ ഉള്ള ഗ്യാസസ് അല്ലെങ്കിൽ എയർ. ദെൻ മിനറൽസ്, ഇതുപോലെയുള്ള വസ്തുക്കളൊക്കെയാണ് ഈ പോണ്ടിലുള്ള അബയോട്ടിക്, ജീവനില്ലാത്ത കമ്പോണൻസ്. ദെൻ ബയോട്ടിക് കമ്പോണൻസിലാണ് പ്രൊഡ്യൂസേഴ്സ് ആരൊക്കെ വരുന്നത്, അക്വാട്ടിക് പ്ലാന്റ്സ് ഉണ്ടായിരിക്കും. ചിലപ്പോൾ വെള്ളത്തിനുള്ളിൽ ചില പ്ലാന്റ്സ് ഒക്കെ കണ്ടിട്ടില്ലേ, എക്സാമ്പിളാണ് നെലുമ്പോ, ഹൈഡ്രില്ല, ക്യാര എന്നൊക്കെ പറയുന്ന സം ടൈപ്പ് ഓഫ് പ്ലാന്റ്സ്. ദെൻ കൺസ്യൂമേഴ്സ് ആരൊക്കെയാണ്, പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടേർഷറി കൺസ്യൂമേഴ്സ് ഉണ്ട്. അതായത് ചെറിയ ചെറിയ ഫിഷസ്, പിന്നെ മൊള്യൂസ്ക, ക്രസ്റ്റേഷ്യൻസ്, അതുപോലെ തന്നെ ബീറ്റിൽസ്, ഇതൊക്കെ നമ്മുടെ വെള്ളത്തിൻ്റെ ഉള്ളിൽ കണ്ടുവരുന്ന ഈ പ്ലാന്റ്സിനൊക്കെ ആഹാരമാക്കുന്ന ടൈപ്സ് ഓഫ് കൺസ്യൂമേഴ്സ് ആണ്
പറഞ്ഞിട്ടുള്ളത്. ദെൻ ഡീകമ്പോസേഴ്സ് സെയിം ആസ് ബാക്ടീരിയ, ആക്ടിനോമൈസറ്റ്സ്, ഫംഗി, ഇതൊക്കെയാണ് പോണ്ട് എക്കോസിസ്റ്റത്തിലുള്ള ഡീകമ്പോസേഴ്സ് അല്ലെങ്കിൽ ബയോട്ടിക് കമ്പോണൻസ്. ഓക്കെ, നോക്കൂ, എസ്റ്റുറി നമ്മളിതൊരു പോണ്ട് എക്കോസിസ്റ്റത്തിന് അല്ലെങ്കിൽ ഓഷ്യൻ എക്കോസിസ്റ്റത്തിന് എക്സാമ്പിളാണ്. എസ്റ്റുറീസ് എന്ന് പറഞ്ഞാൽ അഴിമുഖം, അതായത് കടലും അതുപോലെ തന്നെ റിവറും ഒക്കെ മെർജ് ചെയ്യുന്നൊരു ഏരിയ. ദ പ്ലേസ് വേർ ഫ്രഷ് വാട്ടർ സ്ട്രീം ഓർ റിവർ മെർജസ് വിത്ത് ദ ഓഷ്യൻ. ഹൈലി പ്രൊഡക്റ്റീവ് ബയോം, ഇമ്പോർട്ടൻറ്റ് ഫോർ ഫിഷറീസ് ആൻഡ് ഫീഡിംഗ് പ്ലേസസ് ഫോർ വാട്ടർഫോൾ. Often heavily polluted from river input, so many fisheries are now lost. അതായത് ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ കുറേ ഫിഷറീസിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നൊരു ഏരിയ ആണ് ഈ എസ്റ്റുറീസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ റിവറും അതുപോലെ തന്നെ ഓഷ്യനൊക്കെ കടലിലേക്ക് ചേരുന്ന ആ ഒരു ഭാഗമല്ലേ, അതിനെയാണ് ഇതെന്ന് പറയുന്നത്, ഈ ഒരു എസ്റ്റുറി എന്ന് പറയുന്നത്. ഓക്കെ, സോ നമ്മൾ ഇത്രയാണ് ഇന്ന് എടുക്കുന്നത്. സോ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. All right, thank you.